ഓക്കെ, ഹായ് വിവൺ മൈ ടെക് ബൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, നമ്മുടെ ആപ്പ് ബൈറ്റ് സീരീസിൻ്റെ 32ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്തതിനാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരിക്കും അല്ലേ ഉണ്ടാവുക. അതായത് ഹൗ ടു ഡൗൺലോഡ് GTA 5 ഓൺ യുവർ ആൻഡ്രോയിഡ്, അല്ലെങ്കിൽ ഹൗ ടു പ്ലേ GTA 5 ഓൺ ആൻഡ്രോയിഡ് ഫോൺ. ടൈറ്റിൽ വല്ലതും അങ്ങനെ വല്ലതും ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരിക്കും ഉണ്ടാവുക നമ്മുടെ മൊബൈൽ ഫോണിൽ GTA 5 കളിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കുന്നതിന് ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അല്ലേ. ഈ ഒരു സെയിം ടൈറ്റിലിൽ തന്നെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ 95% വീഡിയോസും അത് വർക്ക് ചെയ്യില്ല. അതായത് അവർ ഡൗൺലോഡ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരും, പക്ഷേ നമ്മുടെ ഫോണിൽ അത് കളിക്കാൻ വേണ്ടി പറ്റില്ല. അത് വേറെ എന്തെങ്കിലും മെത്തേഡ് വെച്ച് അവർ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ പർപ്പസിന് മാത്രമായിട്ട് അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷേ 95% ഇതിലും നമുക്ക് GTA 5 നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതുപോലെ തന്നെ കളിക്കാൻ വേണ്ടി പറ്റില്ല. ബാക്കി ഒരു 5%, ഈ ഒരു 5% നമുക്ക് ചെറിയൊരു അതായത് GTA 5 കളിക്കാനുള്ള ഒരു 5% നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ബേസ് ചെയ്തിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതൊരു ക്ലൗഡ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ്. ഈ ഒരു ക്ലൗഡ് ഗെയിമിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ക്ലൗഡ് ഗെയിമിങ്ങിൽ ഒരു കുറച്ച് സെർവർ ഉണ്ടാകും. ആ ഒരു സെർവറിനാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ഫോണിലേക്ക് സ്ട്രീം ചെയ്തിട്ട് നമ്മുടെ ഫോൺ വഴിയാണ് നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ മറ്റൊരു സെർവറിനാണ് നടക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ GTA 5 ഈ ഒരു ക്ലൗഡ് ഗെയിമിംഗ് മെത്തേഡ് വെച്ച് കളിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. വോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വോർട്ടെക്സ് ആപ്ലിക്കേഷന് ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെയും ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഗൂഗിൾ സ്റ്റേഡിയ, നെറ്റ് ബൂം, എക്സ്ബോക്സ്, അങ്ങനെ ഒരുപാട് ക്ലൗഡ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നമുക്ക് ചെറിയൊരു റേറ്റ് മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ വോർട്ടെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഒരു ഇമെയിൽ പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് PC ഗെയിംസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇതിൽ തന്നെ നമുക്ക് ഓരോരോ ഗെയിമിന് നേരെ പ്രോ അതുപോലെ തന്നെ ബേസിക് എന്ന് പറഞ്ഞ ചെറിയൊരു ടാഗും കാണാൻ വേണ്ടി സാധിക്കും. അതായത് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആയിട്ടുള്ള ഒരു പ്ലാന് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രോ, അതുപോലെ തന്നെ ബേസിക്, അൾട്ര, ഇങ്ങനെ 3 പ്ലാനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ഒരു ഗെയിം എടുത്തിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ ബേസിക് പ്ലാന് വരുന്നത് $10 ആണ്. അതുപോലെ തന്നെ പ്രോ പ്ലാനിന് നമുക്ക് $19.99 ആണ്. അതുപോലെ തന്നെ അൾട്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ $29.99 തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബേസിക് പ്ലാന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് GTA 5 ഒക്കെ നമുക്ക് കൂളായിട്ട് കളിക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് GTA 5ൻ്റെ ഗെയിം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, GTA 5. സോ ഇവിടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മൗസും കീബോർഡും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന തന്നെയായിരിക്കും. ഗെയിം പാഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. അപ്പം ഈ ഒരു പ്ലാന്, ബേസിക് പ്ലാന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു GTA 5 നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക്, അതായത് ഈ ഒരു ക്ലൗഡ് ഗെയിമിംഗ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടി പറ്റുന്നത് തന്നെയായിരിക്കും. ടീമിൻ്റെ ഒരു അക്കൗണ്ട് നമുക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റീം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് മൊബൈലിൽ GTA 5 കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റൊരു മെത്തേഡ് വഴിയേ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റില്ല. കുറേ വീഡിയോസിലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന കുറച്ച് ഹ്യൂമൻ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ അവരൊരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഗെയിം കളിക്കുന്ന വേറൊരു രീതിയിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. GTA 5ൻ്റെ ഫയൽ സൈസ് വരുന്നത് അറൗണ്ട് 50 to 60 GB ആണ് ഫയൽ സൈസ് വരുന്നത്. അത്രയും വലിയൊരു GB സൈസായിട്ടുള്ള ഒരു ഗെയിം നമ്മുടെ ഫോണിൽ ഒരിക്കലും സപ്പോർട്ട് ആവില്ല. ഇനി അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കളിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതുവരെ അങ്ങനത്തെ ആ ഒരു ചെറിയൊരു രീതിയിലൊന്നും ഇതുവരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഈ ഒരൊറ്റ മെത്തേഡാണ് ഈ ഒരു ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വഴി വെച്ചിട്ട്. അപ്പം അതിന് പറ്റിയൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു വോർട്ടെക്സ്. വോർട്ടെക്സിൽ പിന്നെ കളിക്കുമ്പോൾ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം.
അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുന്നത് മറ്റൊരു സെർവറിന് നമ്മൾ ജസ്റ്റ് കൺട്രോൾ ചെയ്ത്, അതായത് നമ്മളെ ഇൻ്റർനെറ്റ് കണക്ട് ത്രൂ നമുക്ക് ആ ഒരു സെർവർ വഴിയാണ് നമുക്ക് ഈ ഒരു സ്ട്രീമിങ് ലഭിക്കുന്നത്. അതായത് ഗെയിം കളിക്കുന്ന പ്രോസസ്സിംഗ് ഒക്കെ ആ ഒരു സെർവറിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സെർവറിന് നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമ്മുടെ ഫോണിലേക്ക് ഒരു സ്ട്രീം പോലെ വന്നിട്ട് നമ്മൾ അത് ജസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിംഗ് ഒക്കെ സെർവറിൽ നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് GTA 5 കളിക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ലൊരു റീച്ച് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എനേബിൾ ചെയ്ത് ഇത് GTA 5 കളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഒരു നല്ലൊരു റീച്ച് കിട്ടുകയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ലഭിക്കുകയുള്ളൂ. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. മെയിനായിട്ട് ഞാൻ ക്ലൗഡ് ഗെയിമിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം, സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു റീച്ച് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് സെക്കൻഡ് പാർട്ട് ഇറക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.